ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഓരോ ചാനലിനെയും ചിലര് RSSന്റെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന UDFന്റെ ഓക്സിജൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലരെയും പലതും വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാനിത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രി പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര കാലം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി 1998 മുതൽ ഈ 2024 വരെ 1/4 നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത്, പത്രസമ്മേളനം നടത്തിയത്, ഇടപെട്ടത്, എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങൾ, ഞാനും, സമൂഹവും. ഒരു സംശയമില്ല. ഞാനിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത്. സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം. നിങ്ങൾ പല വ്യാഖ്യാനം നൽകും. എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഞാൻ പറയട്ടെ, പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിയിരുന്നു. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് 2021 ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ്. അപ്പോ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിന്റെ തലക്കടിക്കണം. ആ തല ഇപ്പോ സഖാവ് പിണറായി വിജയനാണ്. ഇന്നലെ വേറൊരാളായിരുന്നു, നാളെ വേറൊരാളാകും. ആരാണോ തല, ആ തലയെ അടിക്കും. ആ തലയെ അടിക്കുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങൾ അതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും. എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മന്ത്രിയായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറഞ്ഞു തന്നെ പോകും. ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സ് ആണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള PR വർക്ക് കുറെ കാലമായിട്ട് നടത്തിയല്ലോ. കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നവരെ പലരും പറഞ്ഞല്ലോ. നിങ്ങൾ എത്ര പേര് കനകോലുവിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്? കനകോലുവിന്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് നിങ്ങൾ മിണ്ടിയിട്ടുണ്ട്? നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല? വളരെ ബോധപൂർവ്വം നിങ്ങൾ പരിശോധിക്കേണ്ടേ. കേരളത്തിന്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ, കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാൻ കനകോലുവിന്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ? ശക്തമായി വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. പറയാനുള്ളത് പറയും, പറഞ്ഞ് മുന്നോട്ട് പോകും. ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നു. അതിപ്പോ ഇന്നലെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്ക് അറിയില്ല, അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നുള്ളതാണ്. അതുവരെയുള്ള കാര്യമല്ല. എനിക്കിപ്പോ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ബന്ധപ്പെട്ടവർ പറയും. ഇതില് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. അതിപ്പോ എനിക്കിപ്പോ സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നു. മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങൾ അതിൽ എടുക്കേണ്ടത്. അതിലും നിങ്ങൾ ഇതുപോലെ CD കുറെ കൊണ്ടുപോയി അവസാനം അത് പച്ചക്കള്ളെന്ന് നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങളെ കുഴിച്ചടിച്ചതല്ല, നിങ്ങൾ കുഴിച്ചടിച്ചതാവാം, ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിച്ചതാവാം. ഇവിടുത്തെ UDFന്റെ നേതൃത്വമുണ്ട്, BJPയുടെ നേതൃത്വമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്.
ആ ഇതിപ്പോ ഞാൻ ഈ പറയുന്നു നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല, കാരണം അത് കാണിക്കാൻ പറ്റില്ല. ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാണിക്കില്ല. പക്ഷെ അതൊരു വസ്തുതയാണ്. നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം. അതിന്റെ തല മുഖ്യമന്ത്രിയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഞങ്ങൾ തുറന്നു കാണിക്കും. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കും. വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത്? എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത്? മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലക്ക് രൂപം കൊടുത്ത EMSന്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാന്ന് പറഞ്ഞ ഗൗരവമുള്ള വിഷയമല്ലേ? മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറായോ? ഏറ്റുപിടിച്ചില്ല. ഇത് കേക്ക്. അതിനുശേഷം അല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ്. നിങ്ങൾക്ക് പരസ്യമായി നിങ്ങൾക്ക് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ 10 രൂപ ആളുകളുണ്ട്, ഇത് വളഞ്ഞിട്ട് അടിയൊന്നുമല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ, മുഖ്യമന്ത്രി